രണ്ടാവശ്യങ്ങൾക്കാണ് ഈ പോകുന്നത്. ആദ്യം അമ്പലത്തിൽ പോയിട്ട് നേരെ ഇവിടെയാണ് വന്നത്. ഇന്ന് വൈകുന്നേരം ഒരു പൂജ ഉണ്ടായതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സാധനം മേടിക്കാനാണ് ഇവിടെ വന്നത്. കർപ്പൂരം, തിരി, കുങ്കുമം, മഞ്ഞൾ, അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ഇവിടുന്ന് മേടിച്ചിട്ട് പിന്നെ ആവശ്യമായ തേങ്ങ, വെറ്റില, പഴം, പൂവ് ഇതെല്ലാം പലയിടത്തുനിന്ന് മേടിച്ചിട്ട് വീട്ടിലേക്ക് വിട്ടേ. പിന്നെ ഒരു 5:30 മണിക്ക് അങ്ങനെ വിളക്കും മേടിച്ച സാധനമെല്ലാം എടുത്തിട്ട് വീട്ടിൻ്റെ മുന്നിലുള്ള അക്കൻ്റെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ പറഞ്ഞു വന്ന പൂജ എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി പൂജയാണേ. മുന്നിലത്തെ വീട്ടിലെ അക്ക ഈ പൂജയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടേ. എല്ലാവരും എന്ന് പറയുമ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ള കുറച്ച് പേരെ. ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. മുന്നേ വേറെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിലും ആ ടൈമിലൊന്നും നാട്ടിലായതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ലേ. ഇത്തവണ ഇവളെയും വെച്ചിട്ട് പൂജക്കൊന്നും ഇരിക്കാൻ പറ്റൂലല്ലോ, എല്ലാം ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വെച്ച്. അങ്ങനെ എല്ലാവരും അക്ക കൊണ്ടുവന്ന പോലെ തന്നെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം എടുത്ത് വെച്ചിട്ട് സെറ്റാക്കിയിട്ട് പിന്നെ കുറേ ജപങ്ങളായിരുന്നേ. ഒരാൾ ചൊല്ലിക്കൊടുക്കുന്നുണ്ടായിരുന്നു, ബാക്കി എല്ലാവരും ഇങ്ങനെ ചെയ്തുകൊണ്ട് ഏറ്റു ചൊല്ലുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പൂവോ എണ്ണയോ തീർന്നാൽ ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് മധുരപ്പൊങ്കലും സുണ്ടലെന്ന് പറയുമ്പം ഈ കടല കൊണ്ട് ഉണ്ടാക്കുന്നതാണേ, അതൊക്കെ കൊടുക്കുന്നുണ്ട്. അതെന്നാൽ അവിടെ നിന്ന് കഴിക്കാണ്ട് അത് വീട്ടിൽ പോയിട്ട് സ്വാമീനെയൊക്കെ തൊഴുതിട്ട് കഴിക്കാൻ പാടുള്ളൂ പോലും. എല്ലാവരും അങ്ങനെ പൂജയൊക്കെ ഭംഗിയായി കഴിഞ്ഞിട്ട് എണീറ്റ് വരുമ്പം നമുക്ക് വേറെ തന്നെ ഇതൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് തന്നിട്ടുണ്ടേനെ. അതുകൂടാതെ മാമി അവിടെ നിന്ന് കഴിക്കുകയും ചെയ്തു. പിന്നെ എല്ലാവർക്കും ഇതുപോലെ വെറ്റിലയിൽ കായും കുങ്കുമവും പിന്നെ താലി ചരടവും കുപ്പിവളയും വെച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ ആയെങ്കിലും മാമി വേറെ പ്രശ്നമൊന്നും ആക്കിയിട്ടില്ല, നല്ല കുട്ടിയായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.